ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ എന്നും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കുക്കർ. ഈ കുക്കർ ഇല്ലാണ്ട് നമ്മുടെ കിച്ചണിൽ കുക്കിംഗ് എന്നുള്ള ഒരു സംഭവം ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഈ ഒരു കുക്കർ നമ്മൾ കറക്റ്റായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് വലിയ അപകടങ്ങൾ വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. മാസം തോറും നല്ലൊരു amount ഓഫ് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മുടെ കുക്കർ എത്ര പഴയതാണെങ്കിലും വർഷക്കണക്കിന് നമുക്കത് നല്ല രീതിക്ക് തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിൽ ഞാൻ കുക്കറിൻ്റെ മൂടിയിൻ്റെ മുകളിലേക്കായിട്ടാണ് ഞാൻ പുരട്ടി കൊടുക്കുന്നത്. നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ പരിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് വിസിൽ വരുന്ന സമയത്തേക്ക് പുറത്തേക്കൊക്കെ ഒലിച്ച് വരാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു കുക്കറും ക്ലീൻ ചെയ്യണം, പിന്നീട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും. നമ്മുടെ ഗ്യാസിൻ്റെ ബർണറൊക്കെ അടയാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി ടിപ്പാണ്. ഇതുപോലെ ഓയിൽ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിസിൽ വരുന്ന സമയത്ത് തിളച്ചു മറിയുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. കുക്കറിൽ മെയിൻ ആയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം കേട്ടോ. നമുക്ക് പ്രഷറൊക്കെ കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് വെച്ചിട്ട് ആ ഒരു സമയത്ത് നമുക്ക് വിസിൽ പുറത്തേക്ക് വരാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ ഒരു ഭാഗം. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ നോക്കി ശ്രദ്ധിച്ച് വെച്ചില്ലെങ്കിൽ കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വരയ്ക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ്, കുറച്ച് വെള്ളം എടുത്ത് ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല രീതിക്ക് ആ ഒരു വെള്ളം ഇതുപോലെ താഴത്തേക്ക് ഒലിച്ചു വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹോൾസിലൊന്നും അടപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ ഇല്ലാണ്ട് ഇരുന്നാലാണ് നമുക്ക് അത്രയും നല്ലത്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്കിതാ ഈ ഒരു ഭാഗത്തും പ്രഷറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അടപ്പും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കണം. നമുക്ക് മെയിനായിട്ട് നമ്മൾ ചോറ് കുക്ക് ചെയ്യുമ്പോൾ പരിപ്പ് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പുറത്തേക്ക് വല്ലാണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ അടയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ്. അതുമൂലം തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രഷർ കറക്റ്റായിട്ട് പുറത്തേക്ക് വരികയും വിസിലൊക്കെ കുക്കറിൽ പ്രോപ്പറായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നൂല് നമ്മൾ സാധാരണഗതിയിൽ നൂല് ഇതുപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ അറ്റം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ ഒരു പൊട്ട് നിങ്ങൾ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ അറ്റം എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സൂചിയിൽ ഇതുപോലെ നമ്മൾ നൂല് കോർക്കുക കേട്ടോ. നല്ല കട്ടിക്ക് തന്നെ നൂല് ഡബിളായിട്ട് തന്നെ നിങ്ങൾ കോർത്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ആ സൂചി ഇറക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അടപ്പോ അഴുക്കും കാര്യങ്ങളൊക്കെ ആ ഒരു കുട്ടി ഹോൾസിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു നൂല് വഴി തന്നെ നമുക്ക് ആ അഴുക്കൊക്കെ നീങ്ങി കിട്ടും. നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് പോവാത്ത അഴുക്കൊക്കെ ഇതുപോലെ നിങ്ങൾ നൂലും സൂചിയിട്ട് ഇറക്കിയെടുക്കുന്ന സമയത്ത് ആ ഒരു നൂല് വഴി നമുക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കറിൽ നിന്നും ആ ഒരു കുഞ്ഞു ഹോൾസിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുമൂലം തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രഷറൊക്കെ പുറത്തേക്ക് വന്ന് പ്രോപ്പറായിട്ട് തന്നെ നമ്മുടെ കുക്കറൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഹോൾസിലുള്ള അടപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിമൂവ് ആയി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. മെയിനായിട്ട് നമ്മുടെ കുക്കറിലുള്ള ഒരു കാര്യമാണ് ഈ ഒരു വാഷർ. ഈ ഒരു വാഷർ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് കുക്കറിൻ്റെ മൂടി ടൈറ്റായിട്ട് ഇരിക്കില്ല. അങ്ങനെ ടൈറ്റായിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ നമുക്ക് വിസിലും വരില്ല. അപ്പോൾ നമുക്ക് പുതിയ വാഷറൊന്നും വാങ്ങാണ്ട് കൊണ്ട് നമ്മുടെ വീട്ടിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ രാത്രി ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഓവർനൈറ്റ് ഇതുപോലെ ഈ ഒരു വാഷർ വെച്ച് കഴിഞ്ഞാൽ തന്നെ, വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ആ ഒരു വാഷർ ടൈറ്റായി കിട്ടും. ഇനി അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ ഫ്രീസറിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ബോക്സിൽ നിങ്ങൾ ഈ ഒരു നമ്മുടെ വാഷർ ഇട്ട് വെക്കുക. കാരണം നമ്മൾ ഫ്രീസറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കട്ടിയായിട്ട് നിൽക്കും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ലൂസായിട്ടുള്ള വാഷർ ഒന്ന് ടൈറ്റായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഫ്രീസറിൻ്റെ താഴെയുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഈ ഒരു വാഷർ വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കുക്കറിൻ്റെ മൂടിയിലുള്ള ആ ഒരു വാഷർ കറക്റ്റായിട്ട് നിൽക്കും. അതുമൂലം തന്നെ നമുക്ക് മൂടി കറക്റ്റായിട്ട് തന്നെ കുക്കറിൻ്റെ മൂടി ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് രാവിലെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു വാഷർ ലൂസായിട്ടുള്ളത് കണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്തേക്ക് ഫ്രീസറിൽ വെക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കുക എന്നുള്ളതൊന്നും നമുക്ക് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വാഷർ ടൈറ്റാക്കി എടുക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ റബ്ബർ ബാൻഡ് നല്ല രീതിയിലൊന്ന് നിങ്ങൾ 2 റബ്ബർ ബാൻഡ് എടുത്ത് 2 സൈഡിലുമായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കറിലിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു വാഷർ ടൈറ്റായിട്ട് നിൽക്കുകയും മൂടി നല്ല രീതിയിൽ തന്നെ നമുക്ക് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എപ്പോഴും നമ്മൾ ഇതുപോലെ ചെയ്യരുത്. അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ വാഷർ ഇതുപോലെ ലൂസായി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം ഇനി അതുപോലെ തന്നെ നമ്മുടെ കുക്കറിലുള്ള മെയിനായിട്ടുള്ളൊരു കാര്യമാണ് കുക്കറിൻ്റെ പിടി ഇതുപോലെ
പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ലൂസായി പോകും. കാരണം ആ ഒരു പ്രഷറിൻ്റെ ചൂടൊക്കെ കാരണം കുക്കറിന് വിസിൽ വരുന്ന സമയത്ത് ആ ഒരു പ്രഷറിൻ്റെ ചൂടൊക്കെ കാരണമാണ് നമുക്ക് ഈ ഒരു സ്ക്രൂ പെട്ടെന്ന് ലൂസാവുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. നെയിൽ പോളിഷ് ഇട്ട് നല്ല രീതിയിൽ ആ ഒരു സ്ക്രൂ അഴിച്ചെടുത്തിട്ട് ആ ഒരു സ്ക്രൂവിൽ നെയിൽ പോളിഷ് ഇട്ട് ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുക്കറിൻ്റെ ആ ഒരു കൈപ്പിടി ലൂസ് ആവുകയില്ല കേട്ടോ. നിങ്ങളും അതുപോലൊന്ന് ചെയ്ത് നോക്കുക. ഒരിക്കലും നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ കൈപ്പിടി പിന്നീട് ലൂസ് ആവില്ല. ആ ഒരു സ്ക്രൂ അഴിഞ്ഞ് ലൂസാവുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ നെയിൽ പോളിഷ് ഇല്ല എന്നുള്ളതാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വൈറ്റ് കോൾഗേറ്റ് കുറച്ച് പുരട്ടി കൊടുത്തിട്ട് ആ ഒരു സ്ക്രൂ അഴിച്ചിട്ട് വൈറ്റ് കോൾഗേറ്റ് പുരട്ടി കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ സ്ക്രൂ ഇട്ട് കൊടുത്താൽ കൂടെ മതിയാകും. നല്ല രീതിയിൽ തന്നെ അത് ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ചില സമയത്ത് നമ്മൾ കുക്കറിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രഷർ കാരണം അടി പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് കുക്ക് ചെയ്തെടുത്താലും ആ ഒരു കുക്കറിൽ അടിക്ക് പിടിക്കില്ല. ഈ ഒരു ടിപ്പ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മുടെ കുക്കറിൽ നമ്മൾ ഇതുപോലുള്ള കടലകൾ അതുപോലെ തന്നെ നോൺ വെജും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് തിളച്ച് പുറത്തേക്ക് വരാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ടിപ്പൊന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. സാധാരണഗതിയിൽ ഇതുപോലുള്ള കടലയൊക്കെ നമ്മൾ വേവിക്കുന്ന സമയത്ത് വേവ് കൂടുതലാണല്ലോ. നമ്മൾ തലേദിവസം തന്നെ അത് സോക്ക് ചെയ്ത് വെച്ചാൽ കൂടെ നമുക്കതിൻ്റെ വേവ് കൂടുതലായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ നല്ലൊരു എമൗണ്ട് ഓഫ് ഗ്യാസ് നമുക്ക് മാസം തോറും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതാ ഇതുപോലെ കുറച്ച് കാസ്ട്രോൾ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആവണക്കെണ്ണ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ഓയിലാണിത്. ഇത് നമ്മുടെ ഹെൽത്തിന് അത്രത്തോളം നല്ലതായിട്ടുള്ള ഒരു ഓയിലാണ്. മാത്രമല്ല നമ്മൾ ഈ ഒരു ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്ത് കുക്ക് ചെയ്യുമ്പോൾ നമുക്കത് തിളച്ച് പുറത്തേക്ക് വരും എന്നുള്ള പ്രോബ്ലം ഇല്ല. അസിഡിറ്റി പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കൂടെ ആ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. നല്ല രീതിയിൽ തന്നെ വേഗത്തിൽ നോൺ വെജ് ആണെങ്കിലും ഇതുപോലുള്ള കടലയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഡൈജസ്റ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ഇനി അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസ് നല്ല രീതിയിൽ കഴുകി ഇതുപോലെ ഒരു ടിഫിൻ ബോക്സിലാക്കിയിട്ട് ഞാൻ ആ കുക്കറിൻ്റെ കൂടെ, അതായത് ആ കടല വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു ബീൻസും കൂടെ വേവിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അന്നതിന് ശേഷം നമുക്ക് കുക്കർ ക്ലോസ് ചെയ്തിട്ട് സാധാരണ നമുക്ക് കടല വേവിക്കാനുള്ള പാകത്തിന് നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കടല വേവുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് ബീൻസും വെന്ത് കിട്ടും. അപ്പം ഞാൻ സാലഡിന് വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് ബീൻസിൽ ഞാൻ വേറൊന്നും ചേർക്കാണ്ട് അങ്ങനെ വെച്ച് കൊടുത്തത്. നിങ്ങൾ തോരനൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ എന്തൊക്കെ ചേർക്കുമോ അതൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ടിഫിൻ ബോക്സിൽ വെച്ചിട്ട് ഉള്ളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നല്ല രീതിയിൽ കടലയൊക്കെ വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ബീൻസും നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബീൻസ് ഞാനിവിടെ സാലഡിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ അതിലൊന്നുമേ ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഒരു സമയം കൊണ്ട് തന്നെ കടലയും വെന്ത് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബീൻസും വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മാസം തോറും നല്ലൊരു എമൗണ്ട് ഓഫ് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളും വീട്ടിൽ ഇതുപോലെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് തോരനും റെഡിയാക്കാനുള്ള പച്ചക്കറികളൊക്കെ നിങ്ങൾ അരിഞ്ഞിട്ട് ആ ഒരു കറിയുടെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് കറിയും റെഡിയാകും, സമയം കൊണ്ട് നമുക്ക് തോരനും റെഡിയാകും. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഗ്യാസും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. നോക്കി നല്ല രീതിയിൽ ആ ഒരു ബീൻസ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് ഉറപ്പായിട്ട് നിങ്ങളും വീടുകളിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ മോർണിംഗ് ടൈമിൽ ബ്ലഡ് പ്രഷർ ഉള്ളവരാണെങ്കിലും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവരൊക്കെ ആണെങ്കിലും അവർക്ക് കഴിക്കാൻ വേണ്ടി പറ്റിയൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സാലഡിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ കുറച്ച് ഓണിയനാണ് ഇട്ട് കൊടുത്തത്. പൊടിയായിട്ട് കട്ട് ചെയ്ത ഓണിയൻ, അതുപോലെ തന്നെ ടൊമാറ്റോ സീഡൊക്കെ കളഞ്ഞിട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുക്കുംബറും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേവിച്ച കടലയാണ്, ഈ ഒരു കറുപ്പ് കടലയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. സാലഡിനൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു കറുപ്പ് കടല ചേർത്ത് കൊടുക്കുക എന്നുള്ളത്. അത് നമുക്ക് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഓർഗാനിക് ആയിട്ടുള്ള തട്ടപ്പയറും അതുപോലെ തന്നെ ചെറുപയറും ഓൾറെഡി വേവിച്ച് വെച്ചത് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ ഷുഗറൊക്കെ ഉള്ളവർ, ഡയറ്റിൽ ഇരിക്കണം എന്നുള്ളവരാണെങ്കിലും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരാണെങ്കിലും അവർക്ക് പറ്റിയൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് സാലഡാണ് കേട്ടോ ഇത്. അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ചിയ സീഡ്സ് ആണ് കേട്ടോ. ചിയ സീഡ്സ് തലേ ദിവസം തന്നെ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുത്തതിന് ശേഷം അതൊരു 1/4 ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം കുക്കറിലിട്ട് വേവിച്ച ബീൻസും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബീൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഏതെങ്കിലും ഒരു വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ. ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ഒരു അടിപൊളി സാലഡാണ് ഇത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാലഡാണ്. നല്ല ഫില്ലിംഗ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഒരു മാസത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കാണെങ്കിൽ അത് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. മാത്രമല്ല ഷുഗറൊക്കെ നല്ല രീതിയിൽ തന്നെ കുറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അര ചെറുനാരങ്ങ എടുത്തിട്ട് അതും കൂടെ ഞാൻ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒട്ടും തന്നെ സോൾട്ടൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. കാരണം നമ്മളിവിടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ് റെഡിയാക്കിയിരിക്കുന്നത്. അത് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് ഉപ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാനും സാധിക്കും. കാരണം ബീൻസും അതുപോലെ തന്നെ നമ്മൾ വേവിച്ചെടുത്ത കടലയൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കുക്കുംബറും ബീൻസൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ തനിച്ച് നമുക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ല ഫില്ലിംഗ് ആയിരിക്കും കേട്ടോ. നീണ്ട നാൾ നല്ല ആരോഗ്യത്തോട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സാലഡ് ഡെയിലി നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിലൊന്ന് ആഡാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. കുക്കറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാസം തോറും നല്ലൊരു എമൗണ്ട് ഓഫ് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല കുക്കർ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും. നല്ല രീതിയിൽ എത്ര പഴയ കുക്കറാണെങ്കിലും വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.